4,000-ഓളം പേർക്കാണ് സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ കൗണ്ടേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. മൊത്തം 14 കൗണ്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ 13-14 കൗണ്ടേഴ്സിന്റെ ചുമതലയുള്ളത് റിട്ടയർഡ് ടീച്ചേഴ്സിനാണ്. അവരുടെ കൂട്ടായ്മയിലുള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. മാഷിന്റെ പേരെന്താ? മാഷാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മള് റിട്ടയർഡ് അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മള് ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ. റിട്ടയർഡ് ആയതിനു ശേഷവും നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാണല്ലേ? തീർച്ചയായും. കാരണം കലോത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് കലോത്സവം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു. അപ്പോൾ അതിൽ കലയുടെ എല്ലാ മാമാങ്കത്തിലും പങ്കെടുക്കുന്ന കുട്ടികളോടൊപ്പം ഭക്ഷണം അവർക്ക് വിഭവസമൃദ്ധമായി കൊടുക്കുക എന്നൊരു വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ ഭക്ഷണ കമ്മിറ്റി അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്നത്. അപ്പോൾ ഞങ്ങളുടെ പഴയ കാലത്തുള്ള ഓർമ്മകൾ പുതുക്കാനും ഞങ്ങൾക്ക് തന്ന അവസരം ഭംഗിയായി വിനിയോഗിക്കാനും അതുകൊണ്ട് തന്നെ ഈ 13-14 കൗണ്ടർ VIP കൗണ്ടറായിട്ട് പ്രഖ്യാപിച്ച് ഇന്ന് നമ്മുടെ ഈ കലോത്സവത്തിൽ വരുന്ന ഏറ്റവും വിശിഷ്ടരായ എല്ലാ വ്യക്തികൾക്കും മന്ത്രിമാർ, MLA മാർ, അതുപോലെ തന്നെ നമ്മുടെ മേയർ അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും ഇന്ന് എല്ലാവരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ ആളുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിറയെ എല്ലാവരും വിഭവസമൃദ്ധമായി മനം നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു പോയത്. അതുകൊണ്ട് ഈ കലോത്സവത്തിൽ ഞങ്ങൾ ഭാഗഭാക്കായി എന്ന് പറയുമ്പോൾ റിട്ടയർഡായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും അവരുടെ കൂട്ടായ്മയ്ക്കും ഒക്കെ ഞങ്ങളൊരു പ്രചോദനമാണ് ഈ കലോത്സവത്തിന് ഞങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ 7 ദിവസമായിരുന്നു കലോത്സവം. ഇപ്പോൾ അത് 5 ദിവസമാക്കി മാറ്റിയപ്പോൾ ഓരോ ദിവസം ഭയങ്കരമായ തിരക്കുകളാണ് വരുന്നത്. ഞങ്ങളുടെ കൗണ്ടറിൽ ഞങ്ങൾ കാലത്ത് 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 11 മണിക്കേ പോകുള്ളൂ. ഞങ്ങളെല്ലാവരും നമ്മുടേതായിട്ട് ടീച്ചേഴ്സും കുറച്ച് പേരുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്യാണ് ഈ കലോത്സവം. ഇനി അടുത്ത കലോത്സവത്തിന് ഉണ്ടാവുമോ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ മാക്സിമം ഞങ്ങളുടെ മാൻ പവർ ഇവിടെ ഉപയോഗിക്കുക, സന്തോഷിപ്പിക്കുക വരുന്നവർ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആയെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിന്ന് റിട്ടയർ ആയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. തൃശ്ശൂർ എന്ന സാംസ്കാരിക തലസ്ഥാനത്ത് നടന്ന ഈ മഹാമേള, ഏഷ്യയിലെ ഏറ്റവും വലിയ മഹാമേളയെ വിജയകരമാക്കി തീർക്കുന്നതിലെ ഏറ്റവും അവിഭാജ്യ ഘടകം ഫുഡാണ്. അപ്പോൾ ആ ഫുഡിനെ അവർക്ക് മനം നിറയെ സന്തോഷത്തോടു കൂടി ഫുഡ് വിളമ്പാൻ ഞങ്ങൾ റിട്ടയർഡ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഉണ്ട്. മാഡം, ഞങ്ങളിപ്പോൾ സർവീസിലുള്ള അധ്യാപകർക്കും ജീവനക്കാർക്കും ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കും ഞങ്ങൾ വലിയൊരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിട്ടയർ ചെയ്തിട്ടും WHO പറയുന്നത് 64 വയസ്സ് വരെ യുവത്വമാണെന്നാണ്. ഞങ്ങൾ നോക്കൂ, ഞങ്ങളൊക്കെ നല്ല യുവാക്കന്മാരായിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് വലിയ ഇൻസ്പിറേഷനും മോട്ടിവേഷനാണ് മാഡം. ഓക്കെ, വടക്കുന്നാഥൻ്റെ മണ്ണിൽ വന്ന എല്ലാവർക്കും അത്രമാത്രം സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. അതാണ് ഈ കലോത്സവത്തിൻ്റെ. ഇത് തൃശ്ശൂരിൻ്റെ ഒരു ഒത്തൊരുമയുടെ ഉത്സവമാണ്. അതാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് TCVക്ക് എല്ലാവിധ അഭിനന്ദനം നേരെയാണ്. നിങ്ങളൊപ്പം എല്ലാ ഭാഗം കവറേജ് വരുന്നുണ്ട്, നിങ്ങൾ TV യിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ വാർത്താ ഗ്രൂപ്പിന് പ്രത്യേക അഭിനന്ദനം. ഇത് റിട്ടയർ ചെയ്തവരെന്നോ സർവീസിലുള്ളവരെന്നോ ഒന്നും വ്യത്യാസമില്ല. കലോത്സവം എല്ലാവരുടെയും ഉത്സവമാണ്. കേരള കലോത്സവ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഫുഡിൻ്റെ കോർട്ടിൽ പെൻഷനേഴ്സിനെ പങ്കെടുപ്പിക്കുക. ഞങ്ങളത് വളരെ അഭിമാനത്തോടെ ഞങ്ങളത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ പ്രായമായവരല്ല, ഞങ്ങളൊക്കെ യുവാക്കളാണ്. യുവാക്കളുടെ ആ ഒരു മനസാന്നിധ്യം ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ് എന്നതാണ് സത്യം. ഇവരെല്ലാവരും 24 മണിക്കൂർ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ്, മുൻ അധ്യാപകരാണ്. ഇപ്പോഴും അവർ ഉഷാറോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ സഹകരിച്ചു പോകുന്നത്. കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഇതിനോട് വളരെയധികം ബന്ധമുണ്ട്. ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങളുടെ പഴയ തറവാട്ടിലേക്ക് വന്ന് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ച സർവീസിലുള്ളവരൊക്കെ ഇപ്പോൾ ഇവിടെ കൂടെയുണ്ട്. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും റിട്ടയർ ഒരു കൂട്ടായ്മ KSSPയുടെ ബാനറിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളെ കാണുന്നത്. നിങ്ങൾ റിട്ടയർ ചെയ്തിട്ടും ഈ വേദിയിൽ ഇത്രയും ഉത്സാഹത്തോടു കൂടി ഈ കലോത്സവത്തിന് സഹകരിക്കാനെ കാണുമ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവർ വളരെ വണ്ടറടിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ വന്ന ഈ കലോത്സവത്തിന് ഞങ്ങളോടൊപ്പം TCV കൂടിയിട്ട് അതിന്റെ ഭാഗഭാക്കായതിന് വലിയ സന്തോഷം. നിങ്ങൾക്ക് എല്ലാ സ്നേഹം അറിയിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം സന്തോഷിക്കാം, എത്രമാത്രം എനർജറ്റിക് ആയിരിക്കാം എന്നുള്ളത് ഇപ്പോഴത്തെ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്ന ഓരോ കുട്ടികൾക്കും കണ്ടുപഠിക്കാവുന്ന മാതൃകയാണ് ഈ റിട്ടയർഡ് അധ്യാപകരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ്. ഇത്രയും എനർജറ്റിക് ആയിട്ട് എല്ലാം പോസിറ്റീവായിട്ട് ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം പകരുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ഒത്തൊരുമ കാണുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്.